ഹലോ, അപ്പം ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ അല്ല. കുറേ ദിവസങ്ങളായിട്ട് നമുക്ക് ഗെറ്റ് റെഡി വിത്ത് മീ എടുത്തിട്ട് സംഭവം ഞാൻ വീഡിയോ എടുക്കും, പക്ഷേ എനിക്കത് എഡിറ്റ് ചെയ്യാതിരിക്കുമ്പോൾ നല്ല മടിയാവും. അപ്പോൾ ഞാൻ പിന്നെ അതങ്ങനെ ഇടും. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ഗുഡ് വൈബ്സിൻ്റെ മറ്റേ ടോണറാട്ടോ ഞാൻ ഇപ്പോൾ കാണിച്ചത്. എൻ്റെ പൊന്നെ, ഗുഡ് വൈബ്സിൻ്റെ എന്ത് പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്താലും കളറ് ഭയങ്കരമായിട്ട് കുറയ്ക്കുകയായിരുന്നു. ടോണർ യൂസ് ചെയ്ത് തുടങ്ങി ഒരു കുപ്പി ബോട്ടിൽ അവസാനിപ്പിക്കുമ്പോഴേക്കും എൻ്റെ കറക്റ്റ് സ്കിൻ ടോൺ ഫുൾ മാറി ആകെ ഡള്ളായി. അപ്പം ഞാൻ പിന്നെ അതവിടെ വെച്ചു. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ഒരു മോയ്സ്ചറൈസ് ക്രീമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണത്. ഇന്ന് ചേട്ടൻ്റെ മനസ്സമ്മതമാണ്, അപ്പോൾ അതിന് ഒരുങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ സൺക്രീം ഇതേപോലെ തന്നെ 2-3 സൺക്രീം യൂസ് ചെയ്ത് റെഡി ആവാണ്ട് ലാസ്റ്റ് എത്തിക്കണ ഒരു സൺക്രീമാണിത്. എന്നിട്ട് നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പ്രൈമർ അങ്ങനെ യൂസ് ചെയ്യാറില്ല, ഇത് ചേച്ചി തന്നൊരു പ്രൈമർ, അതുകൊണ്ട് എന്തായാലും ഇരിക്കണതല്ലേ കളയണ്ട എന്ന് വിചാരിച്ച് ഞാൻ പ്രൈമർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് എൻവൈബയുടെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. സത്യം പറഞ്ഞ ഇവർ ഈ ട്യൂബ് പോലത്തെ സാധനം വരുമില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന്. ഞെക്കിപ്പിഴിഞ്ഞ് കുറേ എടുത്താലേ അത് വരുള്ളൂ. എന്നാലും കുഴപ്പമില്ല, നല്ല ഫൗണ്ടേഷൻ ആട്ടോ, നമ്മുടെ സ്കിൻ ടോണിനോട് ഇങ്ങനെ ചേർന്നിരിക്കും. അതിന് ശേഷം എൻവൈബയുടെ തന്നെ പ്രോ ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കേട്ടോ ഫേസിൽ അപ്ലൈ ചെയ്യണത്. ഈ അപ്ലൈ ചെയ്യണ രീതി ഞാനൊരു കൊറിയൻകാരുടെ ഒരു ഷോർട്ട് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഫൗണ്ടേഷനും മസ്കാരയല്ലോ ആ റെഡിഷ് കളറും കൂടി അപ്ലൈ ചെയ്യുമ്പോൾ മുഖത്ത് നന്നായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ആവണത്. അപ്പോൾ അതൊന്ന് പരീക്ഷിക്കാമെന്ന് വെച്ചിട്ടാട്ടോ ഞാനതിന് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യണത്. ഒരു പിങ്ക് ഷെയ്ഡാന്ന് തോന്നുന്നു. പിന്നെ എന്തെങ്കിലും ചെയ്യുമ്പോൾ മോന്ത എന്താ എന്ന് പിടിക്കണമെന്ന് എനിക്കറിയില്ല. നമ്മളെന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ മോന്ത ഇങ്ങനെ അറിയാണ്ടായി പോകണമെന്നാണ് തോന്നുന്നത്. എനിവേ ഞാൻ അത് അവർ ചെയ്യണ പോലെ തന്നെ കറക്റ്റ് ചെയ്ത് കൊടുത്ത് ഫുൾ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. സംഭവം പൊരിയാണ്. നമ്മൾ സാധാ ഫൗണ്ടേഷൻ മുഖത്തിടുന്നേക്കാളും നന്നായി ഇതാവുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം പൗഡർ എനിക്ക് എന്താണോ കോമ്പാക്ട് പൗഡറൊന്നും മുഖത്ത് ചേരണേയില്ല. അതുകൊണ്ട് ഞാൻ വർഷങ്ങളായിട്ട് വൈറ്റ് ടോൺ എനിക്ക് തോന്നുന്നത് വൈറ്റ് ടോൺ പൗഡർ ഇറങ്ങിയ പിന്നെ ഞാൻ യൂസ് ചെയ്യണത് വൈറ്റ് ടോൺ പൗഡർ ഇറങ്ങിയ കേട്ടോ. എന്ത് മേക്കപ്പ് ഇട്ടാലും ഞാൻ ലാസ്റ്റ് വൈറ്റ് ടോൺ പൗഡർ ഇടും. അങ്ങനെ വീണ്ടും ആ കവിളിൻ്റെ അവിടെ മൂക്കിൻ്റെ ഒരു പോർഷൻ മാത്രം ഒന്നിങ്ങനെ എടുത്തറിയാൻ വേണ്ടിയിട്ട് എൻവൈബയുടെ തന്നെ ക്രീം ഒന്നും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട. അതിന് ശേഷം കാജൽ എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ മസ്കാര എൻവൈബയുടെ ഈ മസ്കാര നല്ലതായിട്ട് ഐലേഷ് വെക്കണതിന് അത്രയും തിക്നെസ്സിൽ അതുണ്ടാവും. നമ്മൾ ഐലേഷ് വെച്ചു എന്ന് തന്നെ തോന്നുന്നു, അത്രയും തിക്നെസ് കിട്ടുന്നുണ്ട്. അതിന് ശേഷം ലിപ്സ്റ്റിക്ക് എനിക്ക് തോന്നുന്നത് ഈ ലിപ്സ്റ്റിക്ക് വർഷം കുറേ ഇതാന്ന് തോന്നുന്നുണ്ട്. ഈ ഷെയ്ഡ് കിട്ടാത്ത കാരണം എന്താണ് ചുണ്ടിന് വരെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അതിന് ശേഷം നമ്മുടെ ഒരു സ്കിൻ ടോൺ കളറിലൊരു ലിക്വിഡ് ലിപ്സ്റ്റിക്കും കൂടിയും വെറുതെ ഒന്നിങ്ങനെ ആക്കി കൊടുത്തിട്ട് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ ഞാൻ ചെയ്തത്. അതായത് ഇട്ടുമെന്ന് തോന്നും വേണം, എന്നാൽ അത്ര ഓവറാവാനും പാടില്ല. ഇതാട്ടോ നമ്മുടെ ഔട്ട്ഫിറ്റ്. ഇത് ഞാൻ ഇൻസ്റ്റയിൽ നിന്നുള്ള ഷീൻ ബുട്ടിക്കിൽ നിന്ന് ബുക്ക് ചെയ്ത കേട്ടോ. സംഭവം കറക്റ്റ് ഫിറ്റിംഗ് ആയിരുന്നു, നല്ല രസമായിരുന്നു, നല്ല ഭംഗിയുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി ഔട്ട്ഫിറ്റ്. ഇനി കമ്മൽ ഏത് വേണമെന്നുള്ള കൺഫ്യൂഷൻ ലാസ്റ്റ് ഞാനിത് ഫിക്സ് ചെയ്തു. അങ്ങനെ ലാസ്റ്റ് വാച്ച് കൊടുത്തു. അതിനുശേഷം ഞാനിടുന്ന ഷൂ മീഷോന്ന് വാങ്ങിച്ചതാട്ടോ. എനിക്ക് നല്ല പേടിയാണ് ഷൂ മീഷോന്ന് ആദ്യമായിട്ടാട്ടോ ഞാൻ പർച്ചേസ് ചെയ്യണം, പക്ഷേ സൂപ്പറായിരുന്നു. ഇതാട്ടോ നമ്മുടെ ലാസ്റ്റത്തെ ഔട്ട്ഫിറ്റ്. അപ്പം ടാറ്റാ.